ഹലോ മൈ ഡിയർ ഫാമേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ തമ്മിൽ കാണിച്ചത് തന്നെ നിപ്പിൾ സിസ്റ്റായിട്ട് ബന്ധപ്പെട്ടാണ്. നിപ്പിൾ സിസ്റ്റായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഒരുപാട് തുറത്തുകാരെ ഫാമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് നമുക്ക് ഫസ്റ്റ് ഇടാം, അതായത് കുഞ്ഞ് വന്ന ആ ഒരു സമയത്ത് ഈ ഒരു നിപ്പിൾ സിസ്റ്റം പറ്റുമോ, കോഴി കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കുമെന്നൊക്കെ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അന്ന് നമ്മൾ പോയിട്ട് വീഡിയോ എടുത്തത് കണ്ണൂർ ജില്ലയിലെ ഭരതേട്ടൻ്റെ ഫാമിലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ അവിടെ പുതിയ ബാച്ച് വന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നേരെ അവിടത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അദ്ദേഹത്തോട് തന്നെ നമുക്ക് കറക്റ്റ് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഭരതേട്ടനുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഭരതേട്ട, നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്, പുതിയ ബാച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അതായത് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. അതായത് അന്നത്തെ നമ്മളെ വീഡിയോ ഒരുപാട് ഫാമേഴ്സ് കണ്ടിട്ടുണ്ട്. അത് കുറേ ഫാമേഴ്സിന് ഡൗട്ടാണ് ഈ ഒരു നിപ്പിൾ സിസ്റ്റത്തിൻ്റെ വെള്ളം കുടിക്കുമോ എന്നൊക്കെ. ആ ഒരു ഡൗട്ട് കൃത്യമായിട്ട് തന്നെ നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഫാമേഴ്സ് ഇപ്പോൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് വന്ന സമയത്തുണ്ടല്ലോ, അതായത് കോഴിക്കുഞ്ഞ് വന്ന സമയത്ത് ഇവർക്ക് വെള്ളം എവിടെയാണ് കിട്ടുകയെന്നൊന്നും അറിയാത്തൊരു സമയം. അപ്പോൾ ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചില ഫാമേഴ്സൊക്കെ കൊടുക്കുന്നത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അതിനെക്കുറിച്ച്, അതായത് നിങ്ങളെങ്ങനെ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? ഞാനുണ്ടല്ലോ, പിന്നെ ഇത് കോഴിക്കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഏത് ദിവസം വരുന്നോ അന്ന് മുതൽ തന്നെ നിപ്പിൾ കൊടുക്കാറുണ്ട്. കാരണം നിപ്പിൾ മാത്രമായിട്ട് കൊടുക്കില്ല, ചിക്സ് ഡ്രിങ്കറിൽ വെള്ളം വെക്കും. അതിൻ്റെ കൂടെ തന്നെ സൈമിൾട്ടേനിയസ്ലി ഞാൻ പിന്നെ നിപ്പിളും കൂടി താത്ത് കൊടുക്കും. അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ അവർ സുഖമായിട്ട് നിപ്പിളിൽ നിന്ന് വെള്ളം കൊത്തി കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിപ്പിള് പിന്നെ ശരിക്കും അവർ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിന് ഒരു നാച്ചുറായിട്ടുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു നാച്ചുറായിട്ടുള്ള കാര്യമാണ്. അവരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊത്തി നോക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാവരും അത് കോപ്പിടിച്ചോളും. അങ്ങനെ അപ്പോൾ ഡിയർ ഫാമേഴ്സ്, നമ്മൾ കോഴിക്കുഞ്ഞ് വന്ന ആ ഒരു സമയത്ത് നമ്മളൊരു ഫാം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വർക്കുള്ള ഒരു സമയത്ത് കോഴിക്കുഞ്ഞ് വന്നിട്ട് ആദ്യത്തെ ഒരു വീക്കാണല്ലേ. അതായത് കുറേ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വെള്ളം നിറച്ച് കൊടുക്കണം, വെള്ളം വറ്റിപ്പോകും. കാരണം ഇതിൻ്റെ നമ്മൾ ബ്രൂഡറൊക്കെ ഓണാക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം കുടിക്കും. അപ്പോൾ ഈ ചെറിയ പാത്രം നമ്മൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് നിറച്ച് കൊടുക്കണം. പിന്നെ നമ്മൾക്ക് കുഞ്ഞ് വന്ന ആ ഒരു സമയത്താണെങ്കിൽ പലപ്പോഴും പല ഫാമേഴ്സിൻ്റെ ഇരുന്ന് പ്രശ്നം വെച്ചാൽ എവിടെയെങ്കിലും കല്യാണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഉച്ചയാകുമ്പോൾ അല്ലെങ്കിൽ 2 മണിക്കൂർ നമുക്ക് തിരിച്ച് വരണം. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനാണ് നമ്മൾ ഈ ഒരു നിപ്പിൾ സിസ്റ്റത്തിൽ വെള്ളം കൊടുക്കാനുള്ളത്. നമ്മൾ ഓട്ടോമാറ്റിക് അപ്പം തന്നെ നാട്ടിൽ ഇവർക്ക് കുടിക്കാനും അതുപോലെ വെള്ളം ലീക്കേജിനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഭരതേട്ടൻ്റെ ഇത് 4 ദിവസമായിട്ടേ ഉള്ളൂ. 1ാമത്തെ മുതൽ തന്നെ നിപ്പിളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് ഭരതേട്ടൻ തന്നെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ 1ാമത്തെ, അതായത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഹാച്ചറിയിൽ നിന്ന് കുഞ്ഞ് വരുന്ന പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അപ്പം തന്നെ ഈ ഒരു നിപ്പിൾ ആക്ടിവിറ്റി ചെയ്യുന്നതാണോ നിങ്ങൾ പറയുന്നത്? ഹാച്ചറിയിൽ നിന്ന് കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ വരുമ്പോൾ തന്നെ ഞാൻ ഈ ചിക്സ് ഡ്രിങ്കറിൽ വെള്ളം ആദ്യം വെക്കും. എത്ര പാത്രം വെക്കും? 1000 എണ്ണത്തിന് ആവറേജ് ഒരു 100 കോഴിക്ക് ഒരു പാത്രം വെച്ച് ഞാൻ വെക്കുന്നത്. അപ്പോൾ 1000 സാറിന് വെക്കുന്ന പോലെ അതിൽ കുറച്ച് വെള്ളം മാത്രം ഗ്ലൂക്കോസിലും കലക്കിയിട്ട് 1 ലിറ്ററോളം മാത്രം വെള്ളം വെച്ചിട്ടാണ് വെക്കല്. അത് കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കുടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ തീറ്റ കൊടുക്കല്. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത്. പിന്നെ ആ തീറ്റയും കൂടി കിട്ടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ നിപ്പിളിങ്ങനെ ശരിക്കും താത്ത് കൊടുക്കും. അപ്പം തന്നെ താത്ത് കൊടുക്കും. അപ്പം കുഞ്ഞ് വന്നിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ തന്നെ നിപ്പിൾ താത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ആ കുഞ്ഞുങ്ങൾ വന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾ നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കുടിക്കുന്ന കാണാറുണ്ട്. ഉറപ്പായിട്ടും കൊത്തി കുടിക്കുക. 1-2 ആൾക്കാർ പോയിട്ട് കൊത്തി കുടിക്കുന്ന കാണുമ്പോൾ വേറെ പോയി കൊത്തി കുടിച്ചോളൂ. അവർക്ക് എന്തോ നാച്ചുറലായിട്ട് അവരുടെ എന്താണ് ഓൾറെഡി അവരുടെ ഫീഡായിട്ടാണ് വരുന്ന ഈ സാധനം. നമ്മൾ ആരും പഠിപ്പിച്ചു കൊടുക്കുന്ന ആവശ്യമില്ല. എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടത്, എനിക്ക് തോന്നുന്നു വലിയ കോഴികളുണ്ടല്ലോ, വലിയ കോഴികൾ നിപ്പിളിന് കുടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെറിയ കോഴി കുടിക്കുന്നുണ്ട്. അതെ, അവർക്ക് ഈ നിപ്പിളിന് വെള്ളം കൊടുത്ത് കുടിക്കുന്നത് ശരിക്കും ഒരു തമാശ പോലെ, എന്തോ ഒരു എൻജോയ്മെന്റ് ചെയ്യുന്ന പോലെ അവരെ എനിക്ക് ആ കളി കാണുമ്പോൾ. കാരണം ഈ പാത്രത്തിനേക്കാളും നന്നായിട്ട് ഉഷാറായിട്ട് അതിനാണ് കുടിക്കുന്നത്. അപ്പോൾ ഭരതേട്ട, ഇതിൻ്റെ അകത്ത് നമ്മൾ കുഞ്ഞ് വന്ന സമയത്ത് നിങ്ങളിത് കൊടുക്കുന്നുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ പല ഫാമേഴ്സിലൊരു ഡൗട്ട് അല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ നീളത്തിനാണുള്ളത്. നമ്മൾ നിപ്പിൾ സിസ്റ്റം എവിടെ ഇപ്പോൾ 3 ലെയർ ആയിരുന്നു, ചിലപ്പോൾ 4 ലെയർ ഉണ്ടാവും, 5 ലെയർ ഉണ്ടാവും, എത്ര ആയിക്കോട്ടെ, ഇപ്പോൾ 1-2 ആയിക്കോട്ടെ. ഇത് നമ്മൾ എങ്ങനെയാണ് റൗണ്ടിൽ നമ്മളിത് ഡിസൈൻ ചെയ്ത്, ചില ആൾക്കാർക്ക് ഇതിനു വേണ്ടി മാത്രം റൗണ്ടിൽ ഇങ്ങനെ നിപ്പിൾ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ആ ഒരു പ്രശ്നം തരണം ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒന്ന് വിശദീകരിച്ച് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കല്ലേ? ആയിക്കോട്ടെ. ഞാൻ ഇത് ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് ഇതേ പ്രശ്നം തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എവിടെയും നോക്കാനും പോകാനും കോപ്പി അടിക്കാനും നേടിയില്ല. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നിയത്, കാരണം ഒരു രണ്ട് സൈഡിൽ ഈ നടുക്ക് ഈ പൈപ്പ് മുകളിലോട്ടും പോകാനും താഴോട്ട് ഇറങ്ങാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ട്, അതെ, അത് ഫ്രീ ആയിട്ട് പോകും താവും ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ ഈ ഇത് ഷീറ്റ് ഫിറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നത് ട്രയൽ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ആ സാധനം ആടിയുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിത് കോഴി വന്ന സമയത്ത് ഇത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ആലോചിച്ചിട്ട് അവസാനം എനിക്കൊരു ഇങ്ങനൊരു ഐഡിയ തോന്നി. കാരണം നടുക്കൊരു ഗ്യാപ്പ് വെക്കുക, ഈ 3/4 ഇഞ്ച് പൈപ്പ് പോകാനും താഴാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലേക്കും ഈ ഷീറ്റ് വന്ന് കയറാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ ഇത് ഉപയോഗപ്പെടുമെന്ന് ഒരു വിശ്വാസം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതുണ്ട് ഈ സാധനം കണ്ടു, ഇതിപ്പോൾ ഈ ഹോളിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് ഞാൻ സ്ക്രാപ്പിൽ നിന്ന് മേടിച്ചുകൊണ്ടാണ് ഈ ഇങ്ങനെ ഹോളൊക്കെ ഉള്ളത് രണ്ടാമത് ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുക, ഈ 3/4 ഇഞ്ച് ഗ്യാപ്പ് വിടുക, ഇതിലൂടെ പൈപ്പ് നമുക്ക് പൊക്കും താക്കുകയും ചെയ്യും, ഒരു പ്രശ്നമില്ല. എന്നിട്ട് സൈഡിൽ നിന്ന് വരുന്ന ഷീറ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കണം. ഇത് ഒരു 1 ഇഞ്ച് 1.25 ഇഞ്ചോളം കയറി നീപ്പം ഇത് അനങ്ങൂല. അപ്പോൾ സുഖമായിട്ട് കോഴിക്കുഞ്ഞിനെ നമുക്ക് ഇത് ബ്രൂഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഒരു 3 ലൈൻ പൈപ്പിന് 3 എണ്ണം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇത് 6 എണ്ണം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നടുക്ക് വേണമെങ്കിൽ നടുക്കും ബ്രൂഡ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഒരു സൈഡിൽ ചെയ്യാൻ കാരണം ഇപ്പോൾ ഇവിടെ ടാങ്ക് ആയതുകൊണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും മൾട്ടി വിറ്റാമിനൊക്കെ ഇതിൽ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ ബ്രൂഡിങ് കഴിഞ്ഞാൽ ഈ പൈപ്പിൽ തകച്ച് മരുന്ന് വെള്ളം കെട്ടിക്കിടക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു മെത്തേഡ് കൊണ്ട് ഫാമിൻ്റെ ഏതൊരു ഭാഗത്തും നമുക്ക് ബ്രൂഡർ സെറ്റ് ചെയ്യാം. അതിപ്പോൾ ഞാൻ സെൻട്രൽ വേണമെങ്കിൽ സെൻട്രലിൽ നമുക്ക് റൗണ്ട് അടിച്ച് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ 3 എണ്ണം ഇവിടെ ഉപയോഗിച്ചില്ലേ, ഇതേപോലെ ഒരു 3 എണ്ണം കൂടി വെച്ച് കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇപ്പോൾ ഇതിൽ തന്നെ ഒരു 10 ബ്രൂഡർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 10 എണ്ണം ചെയ്യാം. 20 ഇത് കൂടി സാധനം ഉണ്ടാക്കണമെന്നില്ല, അതിന് കണക്കായിട്ട് ഇത് ഷീറ്റിൻ്റെ കഷ്ണവും വേണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഭരതേട്ടൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഈ ഒരു അതായത് ഈ ഒരു സംഭവം കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് ആ ഒരു നിപ്പിള് പൊക്കാനും താഴ്ത്താനും പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ട വേറൊരു പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ ഫാം കോൺക്രീറ്റ് ആണ്. നമ്മൾ സാധാരണ ഇത് മണ്ണിൻ്റെ ഫാമൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് കമ്പ്ലീറ്റ് അടിച്ച് കയറ്റിയിട്ടാണ് ബ്രൂഡർ ഉണ്ടാക്കുന്നത്. ഇത് നോക്കുമ്പോൾ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇത് അവിടെ വെച്ചിട്ട് അവിടെ സീറ്റിംഗ് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ആ റൗണ്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ലൊരു ഐഡിയ തന്നെയാണ്. അപ്പോൾ ഇതേപോലെയാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് നിപ്പിൾ ഡ്രിങ്കർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബ്രൂഡർ സെറ്റ് കെട്ടി ഉണ്ടാക്കും. ഈ ഒരു സംഭവം പോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഭരതേട്ടൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്തെന്നാണ് അതിൻ്റെ ഒരു പ്രവർത്തനം എന്താണെന്ന് ജസ്റ്റ് അദ്ദേഹം തന്നെ പറഞ്ഞു തരും. അപ്പോൾ ഇതിൻ്റെ കാരണം ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നമ്മുടെ ഫാമേഴ്സിന് സാധാരണ പറ്റുന്ന വെച്ചാൽ വെറുതെ ഇങ്ങനെ ഷീറ്റ് ചിക്സ് കാർഡറായിട്ട് വെക്കും. എന്നിട്ട് വല്ല കാറ്റടിച്ചിട്ടോ തട്ടിയിട്ടൊക്കെ കോഴിയുടെ മേത്ത് വീണിട്ട് ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ പോയിട്ട് ചത്തുപോയിട്ടുണ്ട്. പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോഴേക്കും ഇതിങ്ങനെ വീണ് കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഈ സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നടുക്കൂടി ഇങ്ങനെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഷീറ്റ് എങ്ങനെ ഇതാക്കിയാലും ഇത് വീഴില്ല. ഇതൊക്കെ കാണുമ്പോൾ സംഭവം സിമ്പിൾ ആണെങ്കിൽ ഒരുപാട് എന്താ പറയുക സഹായിക്കുന്ന ഉപകരണമാണല്ലേ. കർഷകർക്ക് ഒരുപാട് ഉപകാരപ്രദമായ കാര്യം ഇതൊക്കെ. അപ്പോൾ DFMS നമ്മൾ ഈ ഒരു ഒന്നാമത്തെ ദിവസം തന്നെ നിപ്പിൾ സിസ്റ്റം എങ്ങനെയാണ് വെക്കേണ്ടതും അത് എങ്ങനെയാണ് ബ്രൂഡർ സെറ്റ് ഉണ്ടാക്കുന്നതൊക്കെ ഭരതേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഭരതേട്ടൻ എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ഒരു ബ്രൂഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിപ്പിളായിട്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ ചൂട് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഫീഡ് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ചോദിക്കുന്നത്, കുഞ്ഞിന് ഫീഡ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതായത് ചൂട് കൊടുക്കാൻ വേണ്ടി ഗ്യാസ് ബ്രൂഡാണോ ഉപയോഗിക്കുന്നത്, ബൾബാണോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ഫാമിലും വ്യത്യസ്തമായ ഐഡിയകളായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത് ജസ്റ്റ് അതും കൂടെ ഒന്ന് പറയാൻ പറ്റും. എൻ്റെത് ഇവിടെ ഈ 5000 കോഴിയാണെങ്കിലും പിന്നെ അപ്പോൾ ഈ സിംഗിൾ ഫേസ് കറണ്ടാണ്. അപ്പോൾ 5000 വാട്ട് ഫുൾ എടുക്കുമ്പോൾ വോൾട്ടേജ് കുറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ 2 പിന്നെ ബ്രൂഡർ ഗ്യാസിൻ്റെയും ബാക്കി 3 ഷെഡിൽ മാത്രമേ ഈ ഇലക്ട്രിക്കൽ ബ്രൂഡർ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഗ്യാസ് ബ്രൂഡർ ഇത് ഉണ്ട്, ഗ്യാസ് ബ്രൂഡർ ഞാൻ കൊടുക്കുന്നത്, അതിൻ്റെ കൂടെ തന്നെ ഒരു ഇലക്ട്രിക്കൽ ബ്രൂഡർ പിന്നെ ഇതും കൊടുക്കുന്നത്. ഇലക്ട്രിക് എനിക്ക് സാധാ ബൾബല്ല, സാധാ ബൾബല്ല എൻ്റെത്, പിന്നെ ഇത് ഹാലജൻ ബൾബാണ് ഞാൻ കൊടുക്കുന്നത്, ട്യൂബ് ടൈപ്പ്. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ഒരു 10-20 വർഷം മുമ്പ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ബൾബാണ്. അതെ, അതൊക്കെ അത് തന്നെ. അപ്പോൾ നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ ഞാൻ ആർമിയിലുള്ള സമയത്ത് കൈയൊക്കെ ചൂടാക്കാൻ വേണ്ടി നമ്മൾ ഹീറ്റർ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ബൾബായത്. അതാണ് നമുക്കിത് ഒരു ഐഡിയ. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ഞാൻ കാട ഫാമുള്ള സമയത്ത് ഈ സാധനം കൊണ്ടുപോയി ശരിക്കും നമുക്ക് പേപ്പറൊക്കെ തൊട്ടടുത്ത് വെച്ചാൽ കത്തും ഉറപ്പായിട്ടും കത്തും. ഈ പ്ലേറ്റിന് പകരം ഞാനൊരിക്കലും ഒരു മരത്തിന്റെ ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം അത് തീ പിടിച്ച് ആകെ ഷോർട്ടായി പോയി. നല്ല ചൂടാണ് ഇത്. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, നമുക്ക് ഭരതേട്ടൻ ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഒരു പ്രൊമോഷൻ എന്ന നിലയിൽ തന്നെ
അതുപോലെ തന്നെ ഈ ഒരു ഇങ്ങനത്തെ ഐഡിയകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോഴാണ് ഒരുപാട് ഫാമേഴ്സിന് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാകും. അപ്പോൾ അതിന് കാണിച്ച ഒരു മനസ്സിന് നമ്മളെ വകയായിട്ട് ചെറിയൊരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുകയാണ്.